ഫ്രീസറിൽ വെച്ച് കളക്ട് ചെയ്ത് ഞാൻ ഇന്ന് യൂസ് ചെയ്യുമ്പോൾ അതിന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ചീത്തയായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. ബട്ട് നോ, അതിപ്പോഴും നല്ല ഫ്രഷ് ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ബാച്ചും കൂടെ ഉണ്ടായത്, അതും കൂടെ ഞാൻ അതിലേക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡോണ്ട് വറി, ഞാൻ കൈ കഴുകിയിട്ടായിരുന്നു പാലിലിട്ട് പ്ലാൻ ചെയ്ത്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു. വീട്ടിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കി, പനീർ ഉണ്ടാക്കി, യോഗട്ട് ഉണ്ടാക്കി. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണതാണ് ക്ലാരിഫൈഡ് ബട്ടർ എന്ന് പറഞ്ഞാൽ ഗീ എന്ന് വെച്ചാൽ നെയ്യ്. അപ്പോൾ ഫ്രീസറിന് എടുത്ത ആ പാത്രമില്ലേ, 1 മണിക്കൂർ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആട്ട ചീഞ്ചട്ടിയിലോട്ട് കമഴ്ത്തിയത്. ആൻഡ് എൻ്റെ ചീഞ്ചട്ടി നിങ്ങൾക്ക് അറിയാം അടി കരിഞ്ഞ് പിടിക്കണതാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നും കൊണ്ട് ഇളക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അത് തിളച്ച് പുറത്ത് വന്നുകൊണ്ട് 2 ചീഞ്ചട്ടിയായിട്ട് ഞാൻ ഇവിടെ ഡിവൈഡ് ചെയ്ത് ഇളക്കി ഒരുമാതിരി ഇരട്ട പറ്റ ഒരു അമ്മയുടെ അവസ്ഥയായിരുന്നു എൻ്റെ. അപ്പോൾ രണ്ടാമത്തെ ചീഞ്ചട്ടിയുടെ പെട്ടെന്ന് ആയിട്ടാണ് എൻ്റെ മാവ കുറച്ച് കരിഞ്ഞു വന്നത്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത്. ആൻഡ് മീൻ വൈൽ രണ്ടാമത്തെ ചീഞ്ചട്ടിയുടെ സോ യെസ്, 1/2 മണിക്കൂറോ 1 മണിക്കൂറൊന്നും അല്ല ഗൈസ്, 2 മണിക്കൂർ നിന്ന് ഇളക്കിയാണ് ഫൈനലി എനിക്ക് ഹോം മെയ്ഡ് ഗീ കിട്ടിയത്. പക്ഷെ വളരെ പ്യുവർ, വീടൊക്കെ നല്ല സ്മെൽ ചെയ്യായിരുന്നു. അപ്പം തന്നെ ലഞ്ചിൽ ഞാൻ പറാച്ചിലൊക്കെ കൂട്ടിക്കഴിച്ച് എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. ആൻഡ് ബാക്കി മാവ ഞാൻ കളക്ട് ചെയ്ത് വെച്ചു.